നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോർഡ് എക്സാം ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയ 2 ചാപ്റ്റേഴ്സാണ്. 2 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. ഒന്ന് റെസ്പിറേഷൻ പ്ലാൻസ്. നിങ്ങൾക്കറിയാം 4 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ബോർഡ് എക്സാം ലെവൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. എന്നാൽ ചെറിയ ചാപ്റ്ററാണ്, ഒരുപാട് ലെങ്തി ആയിട്ടൊന്നുമില്ല, കുറച്ച് കണ്ടൻറ്റേ ഉള്ളൂ. ദെൻ അനദർ വൺ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതും 3 മാർക്സ് ചാപ്റ്ററാണ്. സോ നിങ്ങൾക്ക് 7 മാർക്സാണ് ഈ 2 ചാപ്റ്ററോടെ കിട്ടാൻ പോകുന്നത്. സോ നിങ്ങൾ ലാസ്റ്റ് വരെ ശരിക്കും കേട്ടേക്കുക, ഫുൾ പോയിൻറ്റ്സ് ശരിക്കും മനസ്സിലാക്കുക, പഠിക്കുക. നമ്മളിവിടെ പ്രീവിയസ് ഇയർ ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൽ വന്ന കുറേ ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഏത് ക്വസ്റ്റ്യനും വന്നാൽ ഇനി ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. പ്ലാന്റ്സ് respire using glucose as the substrate. Okay. Name the 2 types of respiration. ക്വസ്റ്റ്യൻ ഇതാ. അപ്പോൾ നോക്ക്, 2 തരം സബ്സ്ട്രേറ്റ്സ്, അതായത് 2 തരം റെസ്പിറേഷനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്താണ് സബ്സ്ട്രേറ്റ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പറയാം. വാട്ട് ഈസ് സബ്സ്ട്രേറ്റ്? ദി സബ്സ്റ്റൻസ് ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ഇൻ റെസ്പിറേഷൻ ഈസ് ടേംഡ് ആസ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. അല്ലേ? ഏത് സബ്സ്റ്റൻസിനാണോ ഓക്സിഡേഷൻ നടക്കുന്നത്, ബ്രേക്ക് ഡൗൺ നടക്കുന്നത്, എന്തിനു വേണ്ടി? ATP ഫോർമേഷന് വേണ്ടി. ഇതിനെ എന്ത് പറയുന്നത്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, നെയിം 2 ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ. ഏതൊക്കെ 2 ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ പറ. ഒന്ന് ഇതാണ് എയറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷൻ. 2 ഏതാണ്? അനേറോബിക് റെസ്പിറേഷൻ. അല്ലേ? അനേറോബിക് റെസ്പിറേഷൻ. Then, among the 2 types, which one is more efficient and critically evaluate? ഏതാണ് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയത്? ഇതിലേതാ? എയറോബിക് ആണോ അനേറോബിക് ആണോ? പറഞ്ഞേ. എയറോബിക് ആണ് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയത്. എന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ് yield ATP is about 38 ATP. But in anaerobic it is only 2 ATP. ഇത്രേ പറയേണ്ടുള്ളൂ. Aerobic respiration yield about 38 ATP from 1 molecule of glucose, but in anaerobic respiration, it yield only 2 ATP from 1 molecule of glucose. So, most efficient ആയ ഒരു respiration ഏതാണ് പറ? Aerobic respiration. അല്ലേ? Next question. മക്കളെ, ഇപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ സ്ഥിരമായി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഗ്ലൈക്കോളിസിസ്, ക്രബ് സൈക്കിൾ, ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ. സോ നമ്മൾ അങ്ങനെയുള്ള ഏരിയ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും നമുക്ക് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതാ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു 2 molecule of pyruvic acid ഈസ് കോൾഡ് ഗ്ലൈക്കോളിസിസ്. എന്താണ്? ഗ്ലൈക്കോളിസിസ്. അല്ലേ? വേർ ഡസ് ഗ്ലൈക്കോളിസിസ് ടേക്സ് പ്ലേസ്? എവിടെയാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്? ഓർത്ത് വെക്കണം, ഇത് എപ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്ന. ഗ്ലൈക്കോളിസിസിൻ്റെ സൈറ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ് ഏതാണ് പറ? സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം. എല്ലാ ലിവിങ് സെല്ലിൻ്റെയും സൈറ്റോപ്ലാസം നടക്കുന്ന ഒരു പാത്വേ ആണ് എന്ത്? ഗ്ലൈക്കോളിസിസ്. എത്ര സ്റ്റെപ്പ് ഉണ്ട്? 10 steps ആണ്. അല്ലേ? റൈറ്റ് ദി സ്റ്റെപ്സ് വേർ ദി ATP ഈസ് കൺസ്യൂംഡ് ഡ്യൂറിങ് ഗ്ലൈക്കോളിസിസ്. അപ്പോൾ നമുക്ക് ഗ്ലൈക്കോളിസിസ് എന്താണെന്ന് ആദ്യം ഒന്ന് നോക്കാം. ഗ്ലൈക്കോളിസിസ് നോക്കുക. ഗ്ലൈക്കോളിസിസിലെ സ്റ്റെപ്സ് ഒന്ന് നോക്കുക. ഏറ്റവും ആദ്യം എന്താണ്? ഗ്ലൂക്കോസ്. അല്ലേ? ശരിക്ക് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുന്ന? സുക്രോസിൻ്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്ന. സുക്രോസ് ആയിട്ടാണ് പ്ലാന്റ്സിൽ എപ്പോഴും സ്റ്റോറേജ് ഉണ്ടാവാറ്. ആ സുക്രോസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറും. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആവും. അതിന് എൻസൈം ആയിരുന്നു ഏത്? ഇൻവെർട്ടേസ്. നോക്ക്, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ്, ഇത് രണ്ടും എന്താവാം? പാത്വേയിലേക്ക് എൻട്രി ആവാം. ബട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്ന ഗ്ലൂക്കോസിൻ്റെ കേസ്. ഗ്ലൂക്കോസിൽ നിന്ന് ഉണ്ടാകുന്ന എന്താണ്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആണോ? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്.
ദെൻ അതിൽ നിന്ന് എന്തുണ്ടാവും? ഐസോമറിസം ആയി ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ്. ദെൻ ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ഫോസ്ഫോറിലേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് അല്ലേ? ദെൻ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഷോർട്ടായിട്ട് ഇങ്ങനെ കാണിക്കാം. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഷോർട്ട് എന്താ കാണിക്കുക? 3PGAL. ഇനി അതുപോലെ ഇവിടെ എന്തുണ്ടാവും? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഷോർട്ട്. അടുത്ത എന്താണ്? 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്, അതായത് BPGA. ഇപ്പം നിങ്ങൾക്കറിയാം DHAPയിൽ നിന്നും എന്തുണ്ടാവും? 3PGL ഉണ്ടാവും. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ദെൻ BPGA 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്, 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് 3PGA, then 2 phosphoglyceric acid 2PGA അല്ലേ? then phosphoenol pyruvate pyruvic acid pyruvate. എത്ര സ്റ്റെപ്പാണ്? ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് അല്ലേ? അത് കഴിഞ്ഞാലോ സ്പ്ലിറ്റിംഗ്, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, then isomerism, then 3 glyceraldehyde 3 phosphate എന്താവും? സിക്സ്ത് റിയാക്ഷൻ 1,3 bisphosphoglyceric acid, 3 phosphoglyceric acid, 2 phosphoglyceric acid, phosphoenol pyruvate pyruvic acid. ഇങ്ങനെ 10 റിയാക്ഷൻസ് അല്ലേ? അല്ലേ? എവിടെയൊക്കെ ATP കൺസംഷൻ ഉണ്ട്? ഇവിടെ ATP കൺസംഷൻ ഉണ്ട്. നോക്ക് ATP കൺസംഷൻ നോക്കണം. ATP കൺസംഷൻ എവിടേക്കാ? ATP കൺസംഷൻ ഒന്നിവിടെയാണ്. ATP എന്താകുന്നുണ്ട്? 1 ATP ADP ആവും. ഇവിടെ ഒരു കൺസംഷൻ. പിന്നെ എവിടെയാ? ഇവിടെ അല്ലേ? ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് എന്താവുന്നു? ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ്. സോ ഇവിടെ ATP എന്താകുന്നുണ്ട്? ADP ആയിട്ട് മാറുന്നുണ്ട്. ഇനി എവിടെയെങ്കിലും കൺസംഷൻ ഉണ്ടോ? നോ. ATP കൺസംഷൻ റിയാക്ഷൻ ഇതാ, ഈ ഫസ്റ്റ് ആൻഡ് തേർഡ് റിയാക്ഷന്. ഇനിയെല്ലാം പ്രൊഡക്ഷന്. എവിടെയെല്ലാം പ്രൊഡക്ഷൻ ഉണ്ട് നോക്ക്. ഇതാ ഇവിടെ 2 ADP അല്ലേ? 2 ATP ആയിട്ട് മാറുന്നു. പിന്നെ എവിടെയാ? ഇതാ ഈ റിയാക്ഷൻ 2 ADP 2 ATP ആയിട്ട് മാറും. സോ 7th-ലും 9th-ലും എന്തുണ്ട്? ATP പ്രൊഡക്ഷൻ. ഇവിടെ എന്തുണ്ടാവുന്നു? 2 molecule of NAD പ്ലസ് എന്തായിട്ട് മാറുന്നു? 2 NADH പ്ലസ് S പ്ലസ് ആയിട്ട് മാറുന്നു. 2 NADH പ്ലസ് 2S പ്ലസ്. ഇതല്ലേ ഗ്ലൈക്കോളിസിസ് അല്ലേ? ഇപ്പം നമ്മളെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? റൈറ്റ് ദി സ്റ്റെപ്സ് വേർ ATP കൺസ്യൂംഡ് ഡ്യൂറിങ് ഗ്ലൈക്കോളിസിസ്. ഏതൊക്കെയാ സ്റ്റെപ്പ്? കൺസംഷൻ, ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ആൻഡ് ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ടു ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ്. How many ATP molecules are directly synthesized during glycolysis? ഡയറക്റ്റ് ആയിട്ട് എത്ര ATP ഉണ്ടാകുന്നുണ്ട്? നോക്ക്, ഡയറക്റ്റ് എത്ര ATP ഉണ്ടാവും? ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. സോ എത്രയാ? 4 ആണോ? എത്രയാണ്? 4 ATP. Write any one of the direct ATP synthesis reaction on glycolysis. ഏതാണ്? ഗ്ലിസറാൾഡിഹൈഡ് 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് BPGA. ഞാൻ ഷോർട്ട് ചെയ്തതാണ്, നിങ്ങൾ ഫുൾ ചെയ്തതാണ് കേട്ടോ എക്സാമിന്. BPGA to 3PGA. ഇനി ഏതും പറയാം. ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ഇൻ ടു പൈറുവിക് ആസിഡ്. രണ്ടും പറയാം. ഇപ്പം ഏതെങ്കിലും ഒന്നാണ് ചോദിച്ചത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Glycolysis and Krebs cycle are the 2 important steps in aerobic respiration.
Suggests where exactly in the cells this event takes place. Glycolysis in the site എവിടെയാ? Cytoplasm. Krebs cycle site എവിടെയാ? Mitochondrial matrix. Mitochondrial matrix. അല്ലേ? Yes. Okay, ready? Follow ഇന്നില്ലേ? Next question. Breakdown of glucose into 2 molecular pyruvic acid is called glycolysis. ഇതൊരു statement. Draw the scheme of glycolysis using the following, starting from glucose ending in pyruvic acid. ഇവിടെ ആദ്യം കൊടുത്ത് 1,3 ബൈഫോസ്ഫോർ, ദാറ്റ് മീൻസ് ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡൈഹൈഡ്രോസിഅസിറ്റോൺ ഫോസ്ഫേറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? ഇവിടെ അതാ ഏറ്റവും ആദ്യം വരേണ്ടത് ഗ്ലൂക്കോസ് വരണം അല്ലേ? ദെൻ ഗ്ലൂക്കോസ് കഴിഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. ഇപ്പോൾ ഇവിടെ തന്നത് വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ തന്ന ഏതൊക്കെയാണ്? 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ട്, ഫ്രക്ടോസ് 1,6 ഉണ്ട്, 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ട്, then fructose 6-phosphate, phosphoenol pyruvate, glucose 6-phosphate, 3-phosphoglyceric acid അല്ലേ? ഇപ്പോൾ ഇതാ ഇവിടെ ഏറ്റവും ആദ്യം ഞാനിപ്പോൾ ഇവിടെ 1 മാർക്ക് ചെയ്യാം. എന്താണ്? ഗ്ലൂക്കോസ് 6-phosphate, then 2 fructose 6-phosphate, 3 fructose 1,6 bisphosphate അല്ലേ? then 4 glyceraldehyde 3-phosphate dihydroxyacetone phosphate. 5 ഏതാണ്? 1,3 bisphosphoglyceric acid. അപ്പം അത് എവിടെ ഇതാ 5. Yes, 5. Then 3-phosphoglyceric acid 6. 7 2-phosphoglyceric acid. ഇവിടെ കൊടുത്തില്ലല്ലോ. സോ 8 7 ഞാൻ എന്ത് പറയാം? ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്. ദെൻ പൈറുവിക് ആസിഡ്. അപ്പോൾ അതും ഇവിടെ മെൻഷൻ ചെയ്തില്ല. അപ്പോൾ ഞാനിവിടെ കൊടുത്തതിൻ്റെ ഒരു ഓർഡറാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഏതാണ് ഇതിനൊരു തന്ന ഇൻ്റർമീഡിയറ്റ്സിൻ്റെ കറക്റ്റ് ഓർഡർ ക്വസ്റ്റിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ. സോ നിങ്ങളൊരു ഫ്ലോ ചാർട്ട് പോലെ ഇത് എഴുതിയേക്കണം. ഇവിടെ നേരത്തെ എഴുതിയ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കണേ. ഇപ്പോൾ കണ്ടോ ഗ്ലൈക്കോളിസിന് എത്ര ക്വസ്റ്റ്യനാണ്? പ്രീവിയസ് ഇയറിൽ ഇപ്പോൾ ഏത് വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലും ഗ്ലൈക്കോളിസിസിലൊരു ക്വസ്റ്റ്യൻ എന്തായാലും കാണാൻ പറ്റും. ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു പൈറുവിക് ആസിഡ് ഈസ് ഗ്ലൈക്കോളിസിസ്. ഹൗ മെനി മോളിക്യൂൾ ഓഫ് പൈറുവിക് ആസിഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ഗ്ലൂക്കോസ് മോളിക്യൂൾ? എത്രയാ? 2 മോളിക്യൂൾ. 2 molecule. Write the steps in which ATP is used during glycolysis. നോക്കുക, ഇവിടെ ATPയുടെ ഈൽഡാണ് ചോദിക്കുന്നത്, യൂസിങ് ചോദിക്കുന്നത്. കൺസംഷൻ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് 6-phosphate ആവുന്നു, ദെൻ ഫ്രക്ടോസ് 6-phosphate, ഫ്രക്ടോസ് 1,6 ബേസ്-ഫോസ്ഫേറ്റ്. നെക്സ്റ്റ്, the Tca cycle starts with the condensation of acetyl group with the oxaloacetic acid water to yield citric acid. ഇത് ഏതാണ്? Krebs cycle അല്ലേ? Name the enzyme catalyzing the reaction. ഏതാണ് enzyme? Citrate synthase. അറിയാലോ, citrate synthase. How many NADS plus S plus molecule are produced in Tca cycle? നോക്ക്, ഒരു Tca cycle അതെന്ന് പറഞ്ഞാൽ എന്താ? ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. ഇപ്പോൾ Krebs cycle നിങ്ങൾക്കറിയാം, ടെക്സ്റ്റിൽ ഡയഗ്രം ഉണ്ട്. അപ്പം നമുക്കത് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് ആ ഡയഗ്രം വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ റിയാക്ഷൻ എൻസൈമാണ് സിട്രേറ്റ് സിന്തേസ്. ആ ഒരു സൈക്കിളിൽ ഓവറോൾ എത്ര NADS plus S plus ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക, ടോട്ടൽ ഒരു പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 4 NADS ആണ്. പൈറുവിക് ആസിഡ് അസറ്റൈൽ കോയിൻസമേ ആകുമ്പോൾ ഒരു NADS. പിന്നെ എവിടെയാ? സിട്രിക് ആസിഡിൽ നിന്നും ആൽഫ കീറ്റോ ആകുമ്പോൾ ഒരു NADS. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആകുമ്പോൾ ഒരു NADS. ദെൻ അടുത്ത എവിടെയാ? മാലിക് ആസിഡ് ഓക്സലോഅസറ്റിക് ആസിഡ് ആകുമ്പോൾ ഒരു NADS. ഇവിടെ
TCA cycle ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നല്ല അസറ്റൈൽ കോയിൻസിമേ ഉണ്ടാകുന്ന ഫസ്റ്റ് റിയാക്ഷൻ. സോ അതുകൊണ്ട് TCA സൈക്കിളിൽ ടോട്ടൽ NADH നമുക്ക് ഇത്രയേ ഉള്ളൂ, 3 NADH. ഇപ്പോൾ നമുക്കൊന്നും കൂടെ പറയാം. 3 NADH എന്ന് പറയുന്നത് എവിടേക്കാണ്? ഒന്ന് സിട്രിക് ആസിഡ് ഇൻടു ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, രണ്ട് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഇൻടു ഏതാണ് സക്സിനിക് ആസിഡ്, മൂന്ന് സക്സിനിക് ആസിഡ് ഇൻടു മാലിക് ആസിഡ്, മാലിക് ആസിഡ് ഇൻടു ഓക്സലോഅസറ്റിക് ആസിഡ് അല്ലേ. ഇതാണ് 3 NADH TCA സൈക്കിളിൽ. ഹൗ മെനി FADH2? ഓൺലി 1 FADH2. അതാണ് ഏത് റിയാക്ഷൻ? സക്സിനിക് ആസിഡ് ഇൻടു മാലിക് ആസിഡ്, അവിടെ ഒരു FADH2 ഉണ്ടാവും. ഹൗ മെനി ATP മോളിക്യൂൾ? 1 ATP. ഇതെവിടെയാ നോക്ക്, ആൽഫ കീറ്റോയിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നത് ഏതാ? സക്സിനൈൽ കോഎൻസൈം ആണ്. എന്നിട്ടാണ് സക്സിനിക് കോഎൻസൈം സക്സിനിക് ആസിഡ് ആകുന്നത്. എടാ സക്സിനൈൽ കോഎൻസൈം സക്സിനിക് ആസിഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് ATP. മനസ്സിലായല്ലോ? ATP ഉണ്ടാകുന്ന എപ്പോഴാണ്? സക്സിനൈൽ കോഎൻസൈം സക്സിനിക് ആസിഡ് ആകുമ്പോൾ അതിൽ തുടക്കത്തിൽ GTP ഉണ്ടാവും. എന്നിട്ട് പറയും പിന്നെ കപ്പിൾഡ് റിയാക്ഷൻ that GTP converted into ATP അല്ലെ, GTP converted into GDP with simultaneous synthesis of ATP from ADP. Okay, ready? Next, observe the given figure and answer the question. ഇതാ ക്രബ് സൈക്കിളിൽ നമുക്ക് ടെസ്റ്റ് ബേസ്ഡ് ആയ ഒരു ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം ടെസ്റ്റ് പ്രകാരമുള്ള ആ ഡയഗ്രം കേട്ടോ. പൈറുവിക്കേറ്റ് ആസിഡ് അതായത് പൈറുവേറ്റ്, അതിൽ നിന്നും ആദ്യം ഉണ്ടാകുന്ന എന്താണ്? അസറ്റൈൽ കോഎൻസൈം എ, അസറ്റൈൽ കോഎൻസൈം എ, ദെൻ ബി എന്താണ്? സിട്രിക് ആസിഡ്, സി എന്താണ്? സക്സിനിക് ആസിഡ്, ഡി എന്താണ്? മാലിക് ആസിഡ്, മാലിക് ആസിഡ് അല്ല, ഓക്സലോഅസറ്റിക് ആസിഡ് OAA. അസറ്റൈൽ കോഎൻസൈം എ, സിട്രിക് ആസിഡ്, ദെൻ സക്സിനിക് ആസിഡ്, ഓക്സലോഅസറ്റിക് ആസിഡ് അല്ലേ. ഐഡന്റിഫൈ ദി സൈക്കിൾ ആൻഡ് ദി നെയിം ദി സയന്റിസ്റ്റ് ഹു ട്രേസ് ദി പാത്ത് വേ. ആരാണ് സയന്റിസ്റ്റ്? ആരായിരുന്നു സയന്റിസ്റ്റ്? ഹാൻസ് ക്രബ്സ്. കംപ്ലീറ്റ് ദി സൈക്കിൾ ബൈ ഫില്ലിംഗ് A, B, C and D in the boxes. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹൗ മെനി NADH and FADH2 are yielded during the complete oxidation of 1 molecule of pyruvate by this pathway? എത്ര NADH നോക്കുക, എത്ര NADH ഉണ്ടാവും ഈ ഒരു പാത്വേയിൽ? ഇവിടെ ചോദിക്കുന്നത് എങ്ങനെയാ? ഈ ഡ്യൂറിങ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് 1 molecule of pyruvate. സോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അസറ്റൈൽ കോൺസമേ ഉണ്ടാവുമ്പോൾ തന്നെ ഒരു NADH ഉണ്ടാവും. പിന്നെ ഇവിടെ 3 എണ്ണം. സോ ടോട്ടൽ എത്രയാ? 4 NADH. എത്ര FADH2? 1 FADH2 അല്ലേ. ഇപ്പോൾ സയൻറ്റിസ്റ്റ് ഹാൻഡ് സ്ക്രബ് 4 NADH ഉണ്ടാവും, 1 FADH2 ഉണ്ടാവും. മനസ്സിലായല്ലോ? ഇപ്പോൾ ABCD എന്ന് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചു. ക്ലിയർ അല്ലേ? ഇപ്പോൾ എന്തൊരു സിമ്പിളല്ലേ. 2 മാർക്സ് 3 മാർക്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയത് മക്കളെ. ഇതിപ്പോൾ ഇവിടെ 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ എയും ബിയും എന്താണ് ശരിക്കും 2 മാർക്സ്, പിന്നെ ഒരു 2 മാർക്സ്. ഇപ്പോൾ ഒരു 2 മാർക്സ് അല്ലെങ്കിൽ 3 മാർക്സിനെല്ലാം ക്വസ്റ്റ്യൻ എന്തായാലും ഈ സാമ്പിളിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന. ടോട്ടൽ 4 മാർക്കാണ് ഈ സാമ്പിളിൽ നിന്നുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Aerobic respiration and anaerobic respiration start with a common pathway. Identify the pathway and its end products. ഏതാണ് പാത്വേ? ഏതാണ്? ഗ്ലൈക്കോളിസിസ്. എൻഡ് പ്രൊഡക്റ്റ് എന്താണ്? പൈറുവിക് ആസിഡ് അല്ലേ. പാത്വേ ഏതാണ് പറയൂ? ഗ്ലൈക്കോളിസിസ്. എൻഡ് പ്രൊഡക്റ്റ് എന്താണ്? പൈറുവിക് ആസിഡ്.
Observe the illustration given below and answer the following question. ഇപ്പോൾ കണ്ടോ, ഇനിയെല്ലാം റിപ്പീറ്റേഷൻ തന്നെയാണ്. ഒരേ ടോപ്പിക്കിൻ്റെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കാരണം എന്താ, ഇതാണ് പ്രീവിയസ് ഇയറിൽ എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പുതിയത് പഠിക്കാനും പഠിപ്പിക്കാനും ഒന്നുമില്ല. ഒരേ കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത്. കാരണം എന്താ, ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ മാറി മാറി വരുന്നത്. ഐഡൻറ്റിഫൈ ദി സൈക്ലിക് പാത്ത് വേ. ഏതാണ്? ക്രെബ്സ് സൈക്കിൾ. ക്രെബ്സ് സൈക്കിൾ. Where does it occur? Mitochondrial matrix. അല്ലേ? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. എവിടെയാണ് ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത്? മാട്രിക്സിലാണ് നടക്കുന്നത് അല്ലേ? എവിടെയാണ് ETS നടക്കുന്നത്? ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയ. ഐഡൻറ്റിഫൈ ദി സ്റ്റെപ്സ് ഓഫ് ദിസ് പാത്വേ ഇൻ വിച്ച് ഡീകാർബോസിലേഷൻ ടേക്സ് പ്ലേസ്. എവിടെയൊക്കെ ഡീകാർബോസിലേഷൻ ഉണ്ട്? ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ പൈറുവിക് ആസിഡ് അസ്റ്റൈൽ കോൺസൈമേ ആകുമ്പോൾ ഒരു ഡീകാർബോസിലേഷൻ. എവിടെയാണോ ഒന്ന് ഡീകാർബോസിലേഷൻ അല്ലേ? CO2 റിമൂവ് ചെയ്യുന്നു. പിന്നെ ഒന്ന് എവിടെയാണ്? ആൽഫ കീറ്റോ ഉണ്ടാകുമ്പോൾ ഒരു ഡീകാർബോസിലേഷൻ ഉണ്ട് അല്ലേ? ഇനിയോ ആൽഫ കീറ്റോ സക്സിനിക് ആസിഡ് ആകുമ്പോൾ ഒരു ഡീകാർബോസിലേഷൻ. ടോട്ടൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ്? 3 കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം റിയാക്ഷൻ എങ്ങനെയായിരുന്നു? പ്രൊഡക്റ്റ് 6 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് CH2 അല്ലേ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാവുക. റെസ്പിറേഷൻ നടന്ന 6 കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എങ്ങനെയാണ്? ഒരു പൈറുവിക് ആസിഡിൽ നിന്നും 3 കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഒരു ഗ്ലൂക്കോസ് ആകുമ്പോൾ 2 പൈറുവിക് ആസിഡ് അല്ലേ? സോ 2 × 3 6 CO2. ഇങ്ങനെയാണ് 6 കാർബൺ ഡൈ ഓക്സൈഡ്. ഈ സ്റ്റെപ്സ് ഓർത്തേക്കുക. പൈറുവിക് ആസിഡ് ടു അസറ്റൈൽ കോഎൻസൈം എ, സിട്രിക് ആസിഡ് ടു ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ടു സക്സിനിക് ആസിഡ്. ഓക്കെ, റെഡി? നെക്സ്റ്റ്. Breaking down of glucose in respiration is listed under glycolysis and Krebs cycle. Locate the site of glycolysis and Krebs cycle in the cell. ഏതാണ് ഗ്ലൈക്കോളിസിസ്? ഏതാ? സൈറ്റോപ്ലാസം. എന്നാ Krebs cycle? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. മാട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ അല്ലേ? ഗ്ലൈക്കോളിസിസ് എ പാർഷ്യൽ ഓക്സിഡേഷൻ പ്രോസസ് ജസ്റ്റിഫൈഡ്. എന്താണ് പാർഷ്യൽ ഓക്സിഡേഷൻ എന്ന് പറയാൻ കാരണം എന്താ? ഗ്ലൈക്കോളിസിസ് ഈൽഡ് 2 മോളിക്യൂൾ ഓഫ് പൈറുവിക് ആസിഡ്. സോ ഇൻ ഗ്ലൈക്കോളിസിസ് ഇറ്റ് ഈൽഡ് ഓൺലി 2 മോളിക്യൂൾ ഓഫ് പൈറുവിക് ആസിഡ് വിച്ച് ഈസ് എ ഓർഗാനിക് ആസിഡ്. ക്ലിയർ? ഇപ്പോൾ ഇതൊരു പാർഷ്യൽ ബ്രേക്ക് ഡൗൺ മാത്രമേ ആയിട്ടുള്ളൂ. കാരണം എന്താ? ഇൻ ഗ്ലൈക്കോളിസിസ് ഇറ്റ് നെവർ പ്രൊഡ്യൂസ് to inorganic products. It yield only organic products അല്ലേ? ഒരു ഓർഗാനിക് ആയ ഒരു കോമ്പൗണ്ടിൽ നിന്നും ബ്രേക്ക് ചെയ്തിട്ട് ഓർഗാനിക് പ്രൊഡക്റ്റ് തന്നെയാണെങ്കിൽ അതൊരു പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ആണ്. എന്നാൽ കംപ്ലീറ്റ് പ്രൊഡക്ട്സ് ഇനോർഗാനിക് ആണെങ്കിൽ അതൊരു കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ്. അപ്പോൾ സാധാരണ എയറോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അല്ലേ പ്രൊഡക്റ്റ് നേരത്തെ പറഞ്ഞില്ലേ, അത് കംപ്ലീറ്റ് ഇനോർഗാനിക്കാണ്. അപ്പോൾ അതെന്താണ്? ഒരു കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ്. So glycolysis is a partial oxidation process because it yield only 2 molecule of organic acid which is pyruvic acid. Pretty clear? Yes. Next. Anaerobic respiration is also occurs in animal cells. Suggest an occasion for this. എവിടെയാ? muscle cells. In muscle cells, if the availability of oxygen is inadequate, then it follows lactic acid fermentation. That accumulation of lactic acid is termed as fatigue. Accumulation of lactic acid in muscle cell is referred as fatigue. ആ കണ്ടീഷൻ എന്ത് പറയുന്നത്? ഫാറ്റിക്. അപ്പം മസിൽ സെല്ലിലാണ് എന്ത് നടക്കാറ്? അനേറോബിക്. എപ്പോഴാണ് മസിൽ സെൽസിന് ആവശ്യത്തിന് ഓക്സിജൻ അവൈലബിൾ അല്ലെങ്കിൽ അതെന്ത് ഫോളോ ചെയ്യും? ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Glycolysis is present in all organisms and it is the only process of respiration in anaerobic organism. What is glycolysis? It is the breakdown of glucose into 2 molecules of pyruvic acid. Why does glycolysis? Where does glycolysis occur? പറ. ഇനി എല്ലാം എഴുതുന്നില്ലേ? സൈറ്റോപ്ലാസം. It is a partial oxidation justified പറഞ്ഞു. Because it yield only 2 molecules of organic acid which is pyruvic acid. Calculate the total number of ATP molecules synthesized in glycolysis
by the partial oxidation of 1 molecule of glucose. എത്ര എ ടി പിയാ? ടോട്ടൽ നമ്പർ എത്രയാ? 4 ATP. എന്നാൽ നെറ്റ് ബാലൻസ് എത്രയാണ്? 2 ആണ്. കാരണം 4 പ്രൊഡക്ഷൻ ഉണ്ട്, 2 കൺസംഷൻ ഉണ്ട് അല്ലേ. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എ ടി പി മോളിക്യൂൾ സിന്തസൈസ്ഡ് ഇൻ ഗ്ലൈക്കോളിസിസ് ചോദിച്ചു കഴിഞ്ഞാൽ 4 ATP. Various compounds in the Tca cycle are given below. Okay, arrange them in order and draw a complete cycle. അപ്പോൾ നോക്കുക, ഏറ്റവും ആദ്യം എന്ത് പറയാം? പൈറുവിക് ആസിഡ് അല്ലേ. ഫസ്റ്റ് വൺ എന്താണ്? പൈറുവിക് ആസിഡ്. അപ്പോൾ നമുക്കറിയാം പൈറുവിക് ആസിഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രെബ്സ് സൈക്കിൾ അല്ല ശരിക്കും, ഇത് ലിങ്ക് റിയാക്ഷനാണ്, കണക്ട് ചെയ്യുന്ന റിയാക്ഷൻ. ഇതിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ് എന്ത്? അസറ്റൈൽ കോഎൻസൈം എ, then oxaloacetic acid, acetyl, 1 molecule of water. അപ്പോൾ എന്തുണ്ടാവും? സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് അതിൽ നിന്നും ടസിൽ കാണിക്കുന്ന ആൽഫ കീറ്റോ ആണ്. ആൽഫ കീറ്റോ ഗ്ലൂട്ടറിക് ആസിഡ്. then succinyl coenzyme A, succinic acid, malic acid, oxaloacetic acid. ഇവിടെ പറയാവുന്നതാണ് ഫ്യൂമറിക് ആസിഡ്. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തില്ല. ടക്സിൽ ശരിക്ക് സക്സിനിക് ആസിഡ്, മാലിക് ആസിഡ്, ഓക്സലോഅസറ്റിക് പറയുന്നത്. ഇവിടെ എ ടി പി ഉണ്ടാകുന്നത് ഇവിടെയാണ്. സക്സിനിക് ആസിഡ്, ഫ്യൂമറിക് ആസിഡ് ആകുമ്പോൾ ശരിക്ക് FADH2 ഉണ്ടാവാം. അപ്പോൾ ഞാനത് നേരെ മാലിക് ആസിഡാണ് പറഞ്ഞത്. ഇനി മാലിക് ആസിഡ് ആകുമ്പോൾ ശരിക്കും ഒരു വാട്ടർ കൺസംഷനാണ്. അത് കഴിഞ്ഞാണ് ഓക്സലോഅസറ്റിക് ആസിഡായിട്ട് മാറുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് ഡയഗ്രാം നോക്കിയാൽ മതി. കാരണം ബോർഡ് എക്സാം ലെവലിൽ ടെക്സ്റ്റിലെ ഡയഗ്രാം പ്രകാരമായിരിക്കും എന്തുണ്ടാവുക? ഡയഗ്രമാറ്റിക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ആരായിരുന്നു ട്രേസ് ചെയ്ത? പറ. ഹാൻസ് ക്രബ്സ് അല്ലേ. വാട്ട് ഡസ് ഇറ്റ് ടേക്സ് പ്ലേസ്? എവിടെ ഇത് നടക്കുന്നത്? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. FES, cytochrome B, FMN, FAD, cytochrome A, NADS, ubiquinone, cytochrome C, cytochrome A3, S2. Arrange them in correct order. ഏറ്റവും ആദ്യം ഇത് പറയാം NADH അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ FMN. ഞാനിവിടെ എഴുതാം NADH, FMN. അത് കഴിഞ്ഞാലോ FES. then പിന്നെ ഏതാണ്? സൈറ്റോക്രോം ബി അല്ലേ. സോറി, യുബിക്വിനോൺ, UQ. സൈറ്റോക്രോം ബി. ഇനി FES ഉണ്ട്. ഓക്കെ, FES. സൈറ്റോക്രോം C1 ആണ്. ഇവിടെ C1 കൊടുത്തില്ല, സോ ഞാനിവിടെ സൈറ്റോക്രോം C ഏതാണ്. അടുത്ത ഏതാ? സൈറ്റോക്രോം C കഴിഞ്ഞാൽ പിന്നെ സൈറ്റോക്രോം A, സൈറ്റോക്രോം A3, then H2O അല്ലേ. യെസ്. ഓക്കെ അല്ലേ. യെസ്. ഇപ്പം ഇവിടെ FAD കൂടെ ഉണ്ട്. ഇപ്പം FAD ഇവിടെ കൊടുക്കേണ്ടത്. FAD എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പം ഇത് പഴയ ഡയഗ്രം പ്രകാരമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പുതിയ ഡയഗ്രം പ്രകാരമാണെങ്കിൽ ഈ രീതിയിലും പറയാൻ പറ്റൂ അല്ലേ. കാരണം ഒരു ജംഗ്ഷനായിട്ടാണ് വരുന്നത്. ഏത്? സൈറ്റോക്രോം B തൊട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഇടയിൽ വേണം നമുക്ക് എന്ത് ചെയ്യാം? FAD ഓൾഡ് ഡയഗ്രം പ്രകാരം നമുക്ക് ഇവിടെ പറയാം. അപ്പം ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം. പഴയ ഡയഗ്രം പ്രകാരം FES കഴിഞ്ഞാൽ പിന്നെ FAD, അല്ലേ. എന്നിട്ടാണ് സൈറ്റോക്രോം, അതായത് UQ, സൈറ്റോക്രോം B, FES, സൈറ്റോക്രോം C, സൈറ്റോക്രോം A3, H2O. ഓക്കെ. അപ്പോൾ ഒരു ഓൾഡ് ഡയഗ്രം പ്രകാരം NCERTയിലെ ഓൾഡ് ഡയഗ്രം പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്
ചെറിയൊരു കൺഫ്യൂഷൻ. കാരണം എന്താണ്, ഇതൊരു ശരിക്കും ഒരു ചെയിനായിട്ട് അവിടെ കാണിക്കാൻ പറ്റില്ല അല്ലേ. പുതിയ ഡയഗ്രാം പ്രകാരം നെയിം ദി സൈറ്റ് ഓഫ് ETS ഏതാണ്? ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ. വാട്ട് ഈസ് ദി റോൾ ഓഫ് ഓക്സിജൻ ഇൻ ETS? ETSൽ ഓക്സിജൻ്റെ റോൾ എന്താണ്? ETSൽ ഓക്സിജൻ്റെ റോള്, ഇറ്റ് ആക്ട് ആസ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ. ആസ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ. യെസ്, മനസ്സിലായല്ലോ. ETS അപ്പോൾ അതിൽ അങ്ങനെ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ഈ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഡയഗ്രം പ്രകാരമാണ്. സോ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ഓർത്തേക്കുക. എന്ത്, ഇന്നർ മെംബ്രെയിൻ സൈറ്റ് എവിടെയാണ്? ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. വാട്ട് ഈസ് ദി റോൾ ഇൻ ETS? ഇറ്റ് ആക്ട് ആസ് ഓക്സിജൻ്റെ റോള് ETSൽ ഇതാണ്, ആസ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഓർ ഹൈഡ്രജൻ ആക്സെപ്റ്റർ. നെക്സ്റ്റ്, out of the 4 statements given below related to respiration, the correct statements are: though respiration has traditionally been considered as a catabolic process, it would be better to consider it as an amphibolic pathway. ശരിയല്ലേ? ഒരു ആംഫിബോളിക് പാത്വേ ആയിട്ട് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. കാരണം നോട്ട് ഓൾവേസ് കറ്റബോളിസം, സംടൈംസ് അനബോളിസം. എപ്പോഴും ഇങ്ങനെ ഒരു കറ്റബോളിസം അല്ല, ചിലപ്പോൾ എന്താണ്, അനബോളിസമാണ്. ഓക്കെ, ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ മസിൽ സെൽ വെൻ ഓക്സിജൻ ഈസ് ഇനാഡിക്വറ്റ്, ലാക്റ്റിക് ആസിഡ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ ടു പൈറുവിക് ആസിഡ്. ആണോ? അല്ല, പൈറുവിക് ആസിഡ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ ടു ലാക്റ്റിക് ആസിഡ് ആണ്. സോ ഇറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. വെൻ ഫാറ്റ്സ് ആർ യൂസ്ഡ് ഇൻ റെസ്പിറേഷൻ, ദ RQ is greater than 1? നോ, ലെസ് ദാൻ 1 ആണ് അല്ലേ. ദെൻ അടുത്ത എന്താ, ഫോർത്ത് ഇത് എവിടെയാണ്? ഇൻ റെസ്പിറേഷൻ ദ എനർജി ഓഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഫോസ്ഫോറിലേഷൻ. ശരിയല്ലേ? ഇൻ റെസ്പിറേഷൻ എനർജി ഓഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഫോസ്ഫോറിലേഷൻ. ATPക്ക് ഉപയോഗിക്കുന്ന എന്താണ്? ഓക്സിഡേഷൻ റിഡക്ഷൻ എനർജിയാണ്. അപ്പോൾ ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നാൽ ഇത് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. സോ 1 and 4 ആണ് കേട്ടോ. 1 and 4 ഓപ്ഷൻ ഏതാണ്? D ആണ് അല്ലേ. അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കണേ. 2 crucial events of aerobic respiration. Aerobic respiration takes place in 2 parts of, നോക്ക്, 2 parts ആണ്, സോറി, 2 parts of mitochondria. Locate the 2 parts and mention the 2 events in 1 or 2 sentences each. നോക്ക്, ഏതൊക്കെയാണ് 2 ക്രൂഷ്യൽ ഇവൻറ്റ്സ്? ഒന്ന് എവിടെയാ? ഒന്ന് ഏതാണ്? മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നത്. ഒന്നെന്താണ്? ക്രബ് സൈക്കിളാണ്. 2 എന്താണ്? ETS ആണ്. ക്രബ് സൈക്കിൾ നടക്കുന്നത് എവിടെയാ? ഞാനിവിടെ എഴുതാം, ക്രബ് സൈക്കിൾ. ഇതെവിടെയാണ് നടക്കുന്നത്? മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയ. മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയ. ഏതാണ്? ETS. എവിടെയാണ്? ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. ഓക്കെ, ഇനി ഇതിന് കുറിച്ചൊരു സെൻറ്റൻസ് പറയാനാ അല്ലേ. ഇവിടെ എന്താ പറയുന്നത്? 2 events in 1 or 2 sentences. നോക്ക്, എന്താ മാട്രിക്സിലുള്ളത്? It is the complete oxidation of pyruvic acid by stepwise removal of all hydrogen atom, leaving 3 molecules of carbon dioxide. What about ETS? The passing on of electron as part of removal of hydrogen to molecular oxygen with simultaneous synthesis of ATP. 2 ബുള്ളറ്റ്സ് ഇട്ട് NCERTയിൽ വളരെ കൃത്യമായിട്ട് ഈ 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ ഭാഗം ഒന്ന് ശരിക്കും വായിച്ച പോയിൻറ്റ്സ് ഒന്ന് ഓർത്ത് വെക്കണേ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു പോയിൻ്റെങ്കിലും മിനിമം നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ നമുക്ക് പറയാൻ ആ ഒരു സെൻറ്റൻസാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. Fill up the flow chart of glycolysis given below using the list of intermediary compounds given in the bracket. നോക്കാം. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ്
ഏതാണ്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് അല്ലേ ഇവിടെ വരാം അല്ലേ? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്. ഞാൻ ഷോർട്ടായിട്ട് എഴുതുകയാണ്. ദെൻ DHAP, അടുത്ത ഏതാണ്? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. സോറി, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് പറഞ്ഞു. അടുത്ത ഏതാണ്? 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അല്ലേ? സോ BPGA, 3PGA. ദെൻ ഏതാ? 2PGA, 2 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ദെൻ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്. അടുത്ത ഏതാണ്? പൈറുവിക് ആസിഡ്, പൈറുവേറ്റ്. Okay. The figure showing the pathway of tricarboxylic acid cycle is given below. Name the compound present in the position of A, B, C, D. A എന്താണ്? A, citric acid. B, alpha ketoglutaric acid. C, ഏതാണ്? മാലിക് ആസിഡ്. ഡി, ഓക്സലോ അസറ്റിക് ആസിഡ്. അറിയാലോ അല്ലേ? Carbohydrates and fats are respiratory substrate, but their RQ is different. Define RQ. What is RQ? It is the ratio of volume of carbon dioxide evolved into volume of oxygen consumed. അല്ലേ? അതായത് വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇവോൾവ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. റൈറ്റ് ദി ആർക്യൂ ഓഫ് ദി സബ്സ്ട്രേറ്റ്സ്. ഏതൊക്കെ സബ്സ്ട്രേറ്റ്സ് ആണ്? ഏതൊക്കെ സബ്സ്ട്രേറ്റ്സ് ആണ്? നമുക്ക് ഇവിടെ ഒന്ന് കാർബോഹൈഡ്രേറ്റ്സ് ആണല്ലോ. ഇതിന് എത്രയാണ്? ആർക്യൂ വാല്യൂ 1. ഫാറ്റ്സ് എത്രയാ? 7 അല്ലേ? ആർക്യൂ വാല്യൂ പ്രോട്ടീൻ എത്രയായിരുന്നു? ഇത് സോറി എത്രയാണ്? 0.7 അല്ലേ? ഫാറ്റ്സ് എത്രയാണ്? 0.7. പ്രോട്ടീൻ എത്രയായിരുന്നു? 0.9. എന്നാൽ മോർ ദാൻ 1 ആണെങ്കിൽ അത് ഏതാണ്? മോർ ദാൻ 1 ഏതിനുണ്ടാവാം? ഓർഗാനിക് ആസിഡ് മോർ ദാൻ 1. ഒബ്സർവ് ദി ഫിഗർ ഗിവൺ ബിലോ. Fill in the blanks A, B, C and D with appropriate terms from the box given below. ഇവിടെ നോക്കുക. എ എന്താണ്? ബി എന്താണ്? ഇതൊരു ഓൾഡ് ഡയഗ്രമാണ്. പുതിയ ടെസ്റ്റിൽ നിങ്ങൾക്കറിയാം ഡയഗ്രം ഇതല്ല കൊടുത്ത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്ത്. നോക്കുക, FMN കഴിഞ്ഞാൽ FES അല്ലേ? FES 2 FES ആയിരുന്നു. ഇപ്പോൾ A FES ആണ്. ദെൻ UQ ആണ്, B UQ, C സൈറ്റോക്രോം B അല്ലേ? ഇപ്പോൾ നോക്കാം. ഞാനൊന്നുകൂടെ പറയാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? FES. ഇവിടെ ബി എന്താണ്? UQ. സി ഇവിടെ എന്താണ്? സി എന്താണ്? സൈറ്റോക്രോം B. ദെൻ ഡി UQ സൈറ്റോക്രോം C1. ദെൻ ഏതാണ്? സൈറ്റോക്രോം A3 ആണ്. ഇവിടെ ശരിക്കും സൈറ്റോക്രോം C1, സൈറ്റോക്രോം അടുത്തേത് വരാമെന്ന് സൈറ്റോക്രോം C ആയിരുന്നു. പഴയ ഡയഗ്രം പ്രകാരമാണ്. സൈറ്റോക്രോം C1 കഴിഞ്ഞാലല്ലേ C. ദെൻ സൈറ്റോക്രോം A3. ഇങ്ങനെയാണ്. ഒന്നുകൂടെ ഓർക്കുക ഈ സംഭവം. ഇവിടെ FES സൈറ്റോക്രോം ഞാൻ പറയുന്നത് ഇനി നമ്മൾ ഇത് ഫോളോ ചെയ്യണമെന്നില്ല. കാരണം പുതിയ ടെസ്റ്റിൽ ഡയഗ്രം പ്രകാരമായിരിക്കും ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. യെസ്. Then the breakdown of glucose to pyruvic acid is called glycolysis. Where does it occur in a cell? നോക്കുക, ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആണ് ഗ്ലൈക്കോളിസിസ്. എവിടെ ഉണ്ടാവുക? സൈറ്റോപ്ലാസം. ഇവിടെ നടക്കുന്നത് സൈറ്റോപ്ലാസം. ഹൗ മെനി ATP molecules are directly synthesized during the process? എത്രയാണ്? ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എത്ര ATP ഉണ്ടാവും? ടോട്ടൽ
4 ATP അല്ലേ 4 ATP. നടക്കുന്ന എവിടെയാണ് സൈറ്റോപ്ലാസം. Observe the following pathway of anaerobic respiration. ഓക്കെ, ഇവിടെ നിങ്ങൾക്കറിയാം ടെസ്ല ഡയഗ്രമാണ്. പൈറുവിക് ആസിഡിൽ നിന്നും ഇത് NADS ഡയറക്റ്റായിട്ട് റിഡക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ് അല്ലേ. അപ്പോൾ ഇത് എ എന്താണ് ലാക്റ്റിക് ആസിഡ്. എന്നാ ഇവിടെ ബി എന്താണ് എഥനോൾ ആണ് അല്ലേ. എഥനോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും അല്ലേ, ശരിയല്ലേ? യെസ്. Observe the equation showing oxidative decarboxylation of pyruvic acid. Pyruvic acid plus coenzyme A plus NAD plus. ഇവിടെ ഏതാ enzyme? Name the enzyme labeled as A. Where does the reaction takes place? A എന്താണ് NADS dehydrogenase. സോറി, ഏതാണ് എൻസൈം എന്താ പറയുക പൈറുവേറ്റ് അല്ലേ. NADS ഡീഹൈഡ്രേറ്റേസ് എവിടെയായിരുന്നു? ETS സ്റ്റാർട്ടിങ്ങിലായിരുന്നു. NADSൻ്റെ ഓക്സിഡേഷന് വേണ്ടിയാണ്. ഇവിടെ ഏതാണ് പൈറുവിക് ആസിഡിനാണ്. സോ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് ഇതായിരുന്നു എന്ത് പൈറുവിക് ആസിഡിനെ ഡീഹൈഡ്രേഷൻ നടത്തി അസറ്റൈലാക്കി മാറ്റുന്നത്. ഇനി അതുപോലെ ഇവിടെ ഏതായിരുന്നു നോക്കുക, ഇവിടെ ചോദിക്കുന്ന ഇതാ വേർ ഡസ് ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. എവിടെ നടക്കുന്നത്? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. സെക്കൻഡ് ആൻസർ ഏതാണ്? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? പൈറുവേറ്റ് ഡീഹൈഡ്രേറ്റേസ്. സെക്കൻഡ് വൺ എന്താണ്? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. നെക്സ്റ്റ്, observe the schematic representation of Krebs cycle given below. Yes, fill in the blanks A, B. നോക്ക്, എ എന്താണ്? ഏതാണോ ഓക്സലോ അസിറ്റിക് ആസിഡിൽ നിന്നും ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ടാവുന്നു. സോ ഇവിടെ ശരിക്കും ഇത് എന്തായിരിക്കും? എ സിട്രിക് ആസിഡ്. ബി എന്താണ്? സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആയിട്ടാണ് എന്താവാം ഓക്സലോസ്റ്റിക് ആസിഡ്. സോ ബി മാലിക് ആസിഡ്. മാലിക് ആസിഡ്. Write down the step where the substrate level phosphorylation occurs in Krebs cycle. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ക്രെബ്സ് സൈക്കിൾ നടക്കുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എന്താണ് നോക്കുക. അത് എവിടെയാണ്? സക്സിനൈൽ കോഎൻസൈമേറ്റ് ടു സക്സിനിക് ആസിഡ്. അവിടെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. സക്സിനൈൽ കോഎൻസൈം എ അതെവിടെ ഉണ്ടാവുക? ഈ സ്റ്റെപ്പിലല്ലേ. ആൽഫ കീറ്റോ കഴിഞ്ഞാലാണ് സക്സിനൈൽ കോഎൻസൈം. അടുത്ത എന്താണ്? സക്സിനിക് ആസിഡ്. ഇവിടാണ് GDP ആകുന്ന GDP ഇൻറ്റു GTP. പിന്നീട് GDP ആകും എന്താവും? ADP ഒരു ATP ആയിട്ട് മാറും. ഇതാണ് കപ്പിൾ റിയാക്ഷൻ. എങ്ങനെയാണ് ഡയറക്റ്റ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്? ഒരു കപ്പിൾ റിയാക്ഷൻ ഓർത്തു വെക്കണം. അത് എവിടെയാണ്? ആൽഫ കീറ്റോയിൽ നിന്നുണ്ടാകുന്ന സക്സിനൽ കോൺസമേ സക്സിനിക് ആസിഡായി മാറുമ്പോഴാണ് ATP ഫോർമേഷൻ. നെക്സ്റ്റ്, ഒബ്സർവ് ദി ഫിഗർ ഗിവൺ ബിലോ. ഇതേതാണ്? ATP സിന്തേസ് കോംപ്ലക്സ്. ഈ കോംപ്ലക്സിൻ്റെ പേരെന്താണ്? ATP സിന്തേസ് കോംപ്ലക്സ്. ATP സിന്തേസ് കോംപ്ലക്സ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫങ്ഷൻ
സിന്തസിസ് ഓഫ് ATP അല്ലേ, ഫോർമേഷൻ ഓഫ് ATP ഫോർമേഷൻ. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. സോ ഇപ്പം നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഈ ചാപ്റ്ററിലെ ഈ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ബ്രേക്ക് ഇട്. എടോ അതൊന്ന് ബ്രേക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ
നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ. അപ്പോൾ നമ്മൾ ഇനി പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ ഇപ്പോൾ നമ്മൾ റെസ്പിറേഷൻ പ്ലാൻസിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വളരെ ഈസിയാണ്. കുറച്ച് കൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് മാർക്ക് വാങ്ങിക്കാം. കാരണം ഇപ്പോൾ ക്ലബ് സൈക്കിളിൻ്റെ സൈറ്റ്, അല്ലെങ്കിൽ ഗ്ലൈക്കോളിസിൻ്റെ സൈറ്റ്, സയൻറ്റിസ്റ്റ്, ദെൻ ആദ്യത്തെ കോമ്പൗണ്ട് ഏതാണ്, അല്ലേ, ഏതൊക്കെയാണ് റിയാക്ഷൻസ്, ഫസ്റ്റ് എവിടെയൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എവല്യൂഷൻ, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ക്വസ്റ്റിൽ ചോദിക്കുന്നത്. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺസെപ്റ്റ് ഓർക്കാൻ പറ്റും, എളുപ്പം പഠിക്കാൻ പറ്റും, മാർക്ക് വാങ്ങിക്കാം, അല്ലേ. ഇനി നോക്കുക, നമ്മൾ ഇനി നോക്കുന്ന ഗ്രോത്ത്, പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഷൂട്ട് ടിപ്സ് ഓഫ് ടീ പ്ലാന്റ്സ് ആർ പ്ലക്ക്ഡ് ഇൻ ടീ പ്ലാന്റേഷൻ. അറിയാലോ, ടീ പ്ലാന്റേഷനിലെ ഷൂട്ട് ടിപ്സ് നമ്മൾ പ്ലക്ക് ചെയ്യാറുണ്ട്, നമ്മളത് റിമൂവ് ചെയ്യാറുണ്ട്. എന്തിനാ റിമൂവ് ചെയ്യുന്നത്? ബ്രാഞ്ച് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലേ, ബ്രാഞ്ചുകൾ ഉണ്ടാവാൻ. ഇപ്പോൾ വീട്ടിൽ മുരിങ്ങ വളർത്താറില്ലേ, മുരിങ്ങയുടെ കൊമ്പ് ഇങ്ങനെ കുറച്ച് ഹൈറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും, അല്ലേ. ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കവറെല്ലാം വെച്ച് കെട്ടും. എന്തിനാ? എന്നാലാണ് ശരിക്കും അതിൽ നിന്നൊരു ബ്രാഞ്ചുകൾ ഇനീഷ്യേറ്റ് ആവും. കവർ വെച്ച് കിട്ടുന്നത് എന്തിനാ? വെള്ളം ഇറങ്ങാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ, അല്ലേ. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ബ്രാഞ്ചുകൾ ഒത്തിരി ഉണ്ടാവും. ബ്രാഞ്ച് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡീക്യാപിറ്റേഷൻ ചെയ്യുന്നത്. സോ വൈ ആർ ദി ഷൂട്ട് ടിപ്സ് ആർ പ്ലക്ക്ഡ്? ടു ഇനീഷ്യേറ്റ് ദി ബ്രാഞ്ചിങ്. വിച്ച് ഈസ് ദി ഹോർമോൺ പ്രസൻറ്റ് ഇൻ ദി ഷൂട്ട് ടിപ്പ്? ഏതാണ്? ഓക്സിൻ. നെയിം എ സിന്തറ്റിക് അനലോഗ് ഓഫ് ദി ഹോർമോൺ. ഒരു സിന്തറ്റിക് ആയ ഓക്സിൻ. നാഫ്തലിൻ അസിറ്റിക് ആസിഡ് ഉണ്ട്. അനദർ വൺ 2,4-D, 2,4-dichlorophenoxyacetic acid. NAA ഉണ്ട്, 2,4-D ഉണ്ട്. What is the phenomenon? Explain the phenomenon. And phenomenon is apical dominance. Phenomenon is apical dominance. അല്ലേ, ഇതാണ് apical dominance. So what is apical dominance? Growing apical bud inhibit the growth of lateral bud, so we can initiate lateral branching by the removal of tip. Tip remove ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബ്രാഞ്ചിങ് ഇനിഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഗ്രോയിങ് അപ്പിക്കൽ ബഡ് ഇൻഹിബിറ്റ് ദി ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്. ഇതാണ് എന്ത്? അപ്പിക്കൽ ഡോമിനൻസ്. സോ വി ക്യാൻ ഇനീഷ്യേറ്റ് ലാറ്ററൽ ബ്രാഞ്ചിങ് ബൈ ദി റിമൂവൽ ഓഫ് ടിപ്പ് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ലാറ്ററൽ ബ്രാഞ്ചിങ് ഇനീഷ്യേറ്റ് ചെയ്യൽ പോസിബിൾ ആണ്. ഓക്കെ, റെഡി? നെക്സ്റ്റ്, choose the appropriate function from the bracket
and fill up the blanks against each plant hormone in the table. Ripening of fruit ഏതാണ്? എത്തിലീൻ. അപ്പോൾ റൈപ്പണിങ് ഓഫ് ഫ്രൂട്ട് ഞാനിവിടെ നമ്പർ ഇടാം 1 2 3 4. ഏതാണ്? 4. എത്തിലീൻ. ഹെൽപ്സ് ടു ഓവർകം അപ്പിക്കൽ ഡോമിനൻസ്. ഏതാണ്? സൈറ്റോകൈനിൻ 3. ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് സ്റ്റെം ഇൻ ഷുഗർകെയിൻ. ഏതാണ്? ജിബർലിൻസ്. ഇൻഡക്ഷൻ ഓഫ് പാർത്തനോകാപ്പി ഓക്സിൻ. വളരെ എളുപ്പമല്ലേ? ഇപ്പോൾ ഫങ്ഷൻസ് ഓഫ് ഹോർമോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 ഹോർമോൺസിൻ്റെ ഫങ്ഷൻ: ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകൈനിൻ, എത്തിലിൻ, അബ്സിസിക് ആസിഡ്. അപ്പോൾ വളരെ സിമ്പിളായ ഫങ്ഷൻസ് ആണ്. സോ ശരിക്കും പഠിക്കണം. ഫങ്ഷൻ ബേസ്ഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഫങ്ഷൻസ് ഓഫ് ഹോർമോൺസ്. ഓക്കെ, നെക്സ്റ്റ്, comment on the following statements. Abscisic acid is also known as stress hormone. Abscisic acid also known as stress hormone. And the reason? It helps to maintain closure stomata during daytime so that it can overcome various kinds of stress, so that it called as stress hormone. Stomata daytime ക്ലോസ്ഡ് ആക്കുന്ന ഹോർമോൺ ആണ് ABA. അതുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് സ്ട്രെസ്, അബയോട്ടിക് സ്ട്രെസ്, വാട്ടർ സ്ട്രെസ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്ട്രെസ്സിനെ ഓക്കൻ ചെയ്യാം. സോ ദാറ്റ് ഇറ്റ് നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ. അതുകൊണ്ട് ഇതിനറിയപ്പെടുന്നത് എന്താണ്? സ്ട്രെസ് ഹോർമോൺ. ഓക്കെ, ദർ ആർ ഹോർമോൺസ് പ്രൊമോട്ടിംഗ് അപ്പിക്കൽ ഡോമിനൻസ് ആൻഡ് ദോസ് ആക്ടിങ് എഗെയിൻസ്റ്റ് അപ്പിക്കൽ ഡോമിനൻസ്. എന്താ പറയുക? ഓക്സിൻ പ്രൊമോട്ട് അപ്പിക്കൽ ഡോമിനൻസ്, ബട്ട് സൈറ്റോകൈനിൻ overcome the apical dominance. Auxin promote apical dominance, but cytokinin helps to overcome apical dominance. അല്ലേ? യെസ്. മാസീവ് ഫോളോയിങ് ഓക്സിൻ പറയും. ഞാൻ ഇവിടെ നമ്പർ ഇടാം 1 2 3 4 5 6. നോക്കുക എങ്ങനെയാണ്? ഓക്സിൻ IAA അല്ലേ? 1 അല്ലേ? ഓക്സിൻ IAA അല്ലേ? ഇവിടെ എന്ത് പറയാം? ഓക്സിൻ്റെ ഏതാണ് ഫങ്ഷൻ? അപ്പിക്കൽ ഗ്രോത്ത്. ജിബർലിൻസ് 2 ഏതാണ്? GA3. ഏതാ ഫങ്ഷൻ? ഡിലേഡ് സെനസൻസ് അല്ലേ? പറഞ്ഞൂടെ? യെസ്. സൈറ്റോകൈനിൻ കൈനറ്റിൻ. ഡസ് നോട്ട് ഒക്കർ നാച്ചുറലി അല്ലേ? കൈനറ്റിൻ നാച്ചുറൽ ആയിട്ടുണ്ടോ? നോ. സിയാറ്റിൻ ആണ് നാച്ചുറൽ ആയ സൈറ്റോകൈനിൻ. കൈനറ്റിൻ ഒരിക്കലും നാച്ചുറൽ ആയിട്ടില്ല. കൈനറ്റിൻ ഒരു സിന്തറ്റിക് ഹോർമോൺ ആണ്. എന്നാൽ സിയാറ്റിൻ ഇസ് എ നാച്ചുറൽ ഹോർമോൺ. ഡി ഡിഫറൻഷിയേഷൻ, റീഗെയിൻ ദി കപ്പാസിറ്റി ഓഫ് ഡിവിഷൻ അല്ലേ? റീഗെയിൻ ദി കപ്പാസിറ്റി ഓഫ് ഡിവിഷൻ. അപ്പം എന്താണ് ഡി ഡിഫറൻഷിയേഷൻ? Differentiated mature cell regain the capacity of division and become meristematic. Formation of core cambium, formation of intervesicular cambium. ഇത് രണ്ടും ഏതാണ്? ഡി ഡിഫറൻഷിയേഷൻ ആണോ? ഓർമ്മയുണ്ടല്ലോ. അപ്പം എന്താണ് ഇവിടെ cambium formation എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു വാസ്കുലാർ ബണ്ടിൽസ്, ഇതാ ഇത് വാസ്കുലാർ ബണ്ടിൽസ്, റിംഗ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ഉണ്ട്. ഇവിടെ ഈ ക്യാമ്പിയം എന്താണ്? ഇൻട്രാഫെസിക്കുലർ ക്യാമ്പിയം ആണ് അല്ലേ? ഇതാണ് ഇന്റർഫെസിക്കുലർ ക്യാമ്പിയം. ഇന്റർഫെസിക്കുലർ ക്യാമ്പിയം. ഇപ്പോൾ ഇന്റർഫെസിക്കുലർ ക്യാമ്പിയത്തിൻ്റെ ഫോർമേഷൻ എവിടുന്ന?
ആ മെഡുലറി റേയിലെ പാരൻകൈമ എന്തായിട്ട് മാറുന്നത്? ഇൻ്റർഫെസിക്കുലർ കാമ്പിയം ആയിട്ട് മാറുന്നത്. പാരൻകൈമാറ്റസ് സെൽസ് ഇൻ മെഡുലറി റേ അല്ലെ, മെഡുലറി റേ എന്ന് പറഞ്ഞാൽ എന്താ? വാസ്കുലർ ബണ്ടിൽസിന് ഇടയിൽ കാണുന്ന പാരൻകൈമാറ്റസ് ടിഷ്യൂ. അപ്പോൾ ആ പാരൻകൈമ എന്താവും? ഇൻ്റർഫെസിക്കുലർ കാമ്പിയോ ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ഡി ഡിഫറൻഷിയേഷനാണ്. ക്ലിയർ? റീഗെയിൻ ദി കപ്പാസിറ്റി ഓഫ് ഡിവിഷൻ. എന്ത് പറയുക ഇവിടെ? കോർക്ക് കാമ്പിയം. ഇവിടെ പറഞ്ഞൂടെ ഇൻ്റർഫെസിക്കുലർ കാമ്പിയം ഉണ്ട്, പിന്നെ ഏതാണുള്ള? കോർക്ക് കാമ്പിയം 4. ദെൻ അബ്സിസിക് ആസിഡ് ഏതാണ്? സ്ട്രെസ് ഹോർമോൺ 5th. ഏതാ വരിക? സ്റ്റൊമാറ്റൽ മൂവ്മെന്റ്സ്. എത്തിലിൻ എന്തു പറയാ? എത്തിലിൻ ഗ്യാഷ്യസ് ആയ ഹോർമോൺ 6. റൈപ്പണിങ് ഓഫ് ഫ്രൂട്ട്. എളുപ്പമല്ലേ? ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? യെസ്. എന്നെ നോക്ക്, അടുത്ത ഏതാണ്? 31. Given below is the growth curve of a plant. Observe it and answer the questions. Name the growth curve. ഇത് ഏതാണ് ഗ്രോത്ത് കർവ്? സിഗ്മോയിഡ് കർവ് അല്ലേ? സിഗ്മോയിഡ് കർവ്. ലാബൽ എ ആൻഡ് സി ഫേസസ് ഓഫ് ഗ്രോത്ത് ഇൻ ദി ഗ്രോത്ത് കർവ്. ഏതാണ് എ? എന്താണ് എ? ലാഗ് ഫേസ്. Then log or exponential phase. Log. എന്ത് പറയാം? എക്സ്പോണൻഷ്യൽ ഫേസ്. ദെൻ സി എന്താണ്? സ്റ്റേഷനറി ഫേസ്. When the tip of cassava plant is lost. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് എ ആൻഡ് സി ആണ്. സോ എ എന്നാണ് ലാഗ് ഫേസ്, സി എന്നാണ് സ്റ്റേഷനറി ഫേസ്. വെൻ ദി ടിപ്പ് ഓഫ് കസാവ പ്ലാന്റ് ഈസ് ലോസ്റ്റ്, എ നമ്പർ ഓഫ് ലാറ്ററൽ ബ്രാഞ്ചസ് ഗ്രോ ഫ്രം ദി നോട്ട്സ് ബിലോ. എക്സ്പ്ലെയിൻ ദിസ് ഫിനോമിനൻ ആൻഡ് സ്പെസിഫൈ ദി ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ദി ഫിനോമിനൻ. എന്ത് മനസ്സിലായി? ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആ, മനസ്സിലായോ? ഏതാ ഫിനോമിനൻ? അപ്പിക്കൽ ഡോമിനൻസ് അല്ലെ? ഏതാ ഹോർമോൺ? ഓക്സിൻ. മറക്കരുത് കേട്ടോ. ഫിനോമിനൻ എന്താണ്? അപ്പിക്കൽ ഡോമിനൻസ്. ഹോർമോൺ ഏതാണ്? ഓക്സിൻ. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ദി റിലേഷൻഷിപ്പ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. സെൽ ഡിവിഷൻ സൈറ്റോകൈനിൻ. ബോൾട്ടിംഗ് ഏതാണ്? ജിബർലിക് ആസിഡ് GA. Bolting. What is bolting? Internodal elongation just prior to flowering. Internodal elongation just prior to flowering. ഇതാണ് എന്ത്? ബോൾട്ടിംഗ്. ഏതാ എക്സാമ്പിൾ? റോസിഡ് പ്ലാന്റുകളാണ്. സോ കേബേജ് പറയാം അല്ലേ? ബീറ്റ്, കേബേജ്, ബീറ്റ് പോലുള്ള ഒത്തിരി റോസിഡ് പ്ലാന്റുകളുണ്ട്. സോ റോസിഡ് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ? ഇൻ്റർനോഡ് ഷോർട്ടൻഡ് ആയിരിക്കും. ആ ഇൻ്റർനോഡ് എലോങ്ങേറ്റ് ചെയ്യും. കാരണം ജിബർലിക് ആസിഡിൻ്റെ ഒരു കോമൺ ഫങ്ഷനാണ് ആക്സിസിനെ എലോങ്ങേറ്റ് ചെയ്യുക. ഇപ്പം ഗ്രേപ്പിൻ്റെ സ്റ്റോക്ക് ലെങ്ത് കൂട്ടുക, ഷുഗർക്കെയിൻ്റെ സ്റ്റെം ലെങ്ത് കൂട്ടുക, ഇതൊക്കെ ആരുടെ റോളാണ്? ജിബർലിക് ആസിഡിൻ്റെ റോളാണ്. അപ്പം അതുകൊണ്ട് ഇയാൾ ഈ ഷോർട്ട് ആൻഡ് ഇൻ്റർനോഡുള്ള റോസിഡ് പ്ലാന്റുകളായ കേബേജിൻ്റെ, ബീറ്റിൻ്റെ, ഇതിലെല്ലാം ഇൻ്റർനോഡ്സിനെ ഇലോങ്ങേറ്റ് ചെയ്യും. ഈ ഒരു റെസ്പോൺസാണ് എന്ത്? ബോൾട്ടിങ്. ക്ലിയർ? So I repeat again, it is the internodal elongation just prior to flowering. Yes. ഇനി നോക്ക്, അടുത്ത എന്താണ്? Suggest the correct scientific term of the following. Flowering on exposure to low temperature. എന്താണ് കറക്റ്റ് സയൻറ്റിഫിക് ടേം? Vernalization. Vernalization അല്ലേ? സില്ലിംഗ് ട്രീറ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ മീനിങ്. ഇതൊരു റഷ്യൻ ലാംഗ്വേജ് ആണ്, വെർണലൈസേഷൻ. അപ്പം ഫ്ലവറിങ് ഇൻ റെസ്പോൺസ് ടു ലോ ടെമ്പറേച്ചർ, ഇതാണ് വെർണലൈസേഷൻ. എന്നാൽ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ് ഓർ ഡാർക്ക്നെസ് ആണെങ്കിൽ എന്താണ്? ഫോട്ടോപീരിയോഡിസം. ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ വെർണലൈസേഷൻ, ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ് ഓർ ഡാർക്ക്നെസ് ആണെങ്കിൽ അതാണ് ഫോട്ടോപീരിയോഡിസം. ആർട്ടിഫിഷ്യൽ ഫൈറ്റോ ഹോർമോൺസ് വൈഡ്ലി യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ. നെയിം മെനി ആർട്ടിഫിഷ്യൽ ഫൈറ്റോ ഹോർമോൺ. പറ. ഓക്സിൻ്റെ 2 സിന്തറ്റിക് ആയ കേസ്.
NAA 2,4-D. Mention their importance in agriculture. NAA used to induce parthenocarpy in tomato. ടൊമാറ്റോയിൽ പറയുന്നുണ്ട് ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി അല്ലേ? ടൊമാറ്റോയിൽ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യും. ഏതാ ഉപയോഗിക്കുന്നത്? NAA. 2,4-Dയുടെ ഫംഗ്ഷനാണ് 2,4-D യൂസ്ഡ് ആസ് ഹെർബിസൈഡ് ഓർ വീഡിസൈഡ് ടു റിമൂവ് ഡൈക്കോട്ട് വീഡ്സ് ഇൻ മോണോക്കോട്ട് ക്രോപ്പ് ലാൻഡ്. മോണോക്കോട്ട് ക്രോപ്പ് ലാൻഡിലെ ഡൈക്കോട്ട് വീഡിനെ റിമൂവ് ചെയ്യാൻ അപ്ലൈ ചെയ്യുന്ന ഹോർമോൺ. ഓർത്ത് വെക്കുക, ഏതാണ് ആ കെമിക്കൽ? 2,4-D. ഇതൊരു സിന്തറ്റിക് ആയ ഹോർമോണാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ പറഞ്ഞു NAA യൂസ്ഡ് ടു ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി ഇൻ ടൊമാറ്റോ ആൻഡ് 2,4-D യൂസ്ഡ് ടു പറ remove dicot weeds in monocot cropland. It is used as a herbicide. Analyze the given statements and correct them with respect to the underlined words. The site of possession of light by a plant for a photoperiodic response is flower. ഇവിടെ underlined words എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഫ്ലവർ അല്ല. എന്താ വേണ്ട? Possession of light by a plant for photoperiodic response is ഏതാണ്? ലീവ്സ് ആണ് വേണ്ട. ലീവ്സ് അല്ലേ? ഫ്ലവർ അല്ല. എന്താ വേണ്ട? ലീഫാണ്. Given are certain physiological effects. Name the plant hormone responsible for it. Increase in stem length പറയ്. ഏതാണ്? ജിബർലിക് ആസിഡ്. Apical dominance auxin. Closure stomata abscisic acid. Ripening of fruit പറ. ഏതാണ്? എത്തിലിൻ. എത്തിലിൻ അല്ലേ? അല്ലേ? ബോൾട്ടിങ് ഏതാണ്? ജിബർലിക് ആസിഡ്. ആക്റ്റീവ് സെൽ ഡിവിഷൻ സൈറ്റോകൈനിൻ. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. നിങ്ങൾ ഹോർമോണിൻ്റെ ഫങ്ഷൻസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് കറക്റ്റ് ഏത് ഹോർമോണാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. സോ ശരിക്കും വായിക്കുക. ഈ പോയിൻറ്റ്സ് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസെങ്കിലും നമ്മൾ മിനിമം അറിഞ്ഞിരിക്കണം. അപ്പോൾ ശരിക്കും വായിച്ചേക്കണം കേട്ടോ. ഫങ്ഷൻസ് ഓഫ് ഹോർമോൺസ്. അടുത്ത് ബൈ ഒബ്സർവിങ് ദി റിലേഷൻഷിപ്പ് ദി ഫസ്റ്റ് പെയർ ഫിൽ ദി ബ്ലാങ്ക്സ് ഓഫ് ദി സെക്കൻഡ് പെയർ. FW ആൻഡ് ഓക്സിൻസ്. സോ ക്യുറസാവ ഏതാണ്? ക്യുറസാവ ജിബർലിക് ആസിഡ്. അറിയാലോ ക്യുറസാവ ഏതിൽ നിന്നാണ്? അവർ റൈസ് സീഡ്ലിങ്ങിലുണ്ടായ ഒരു ഡിസീസിൽ നിന്നാണ് ഒരു ഫംഗസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായിരുന്നു ജിബറല്ല ഫ്യൂജിക്കറോയ്. ആ ഡിസീസ് ആയിരുന്നു എന്ത്? ഫൂളിഷ് സീഡ്ലിംഗ്, അതായത് ബെക്കനേറ്റ് ഡിസീസ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിളായ ഫംഗസ് ജിബറല്ല ഫ്യൂജിക്കറോയ്. അതിൻ്റെ സ്റ്റെറൈൽ എക്സ്ട്രാക്റ്റ് എടുത്തപ്പോൾ അത് വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് അതൊരു കെമിക്കലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇൻഫെഷ്യസ് ഏജൻ്റ് ആയിട്ടുള്ള ആ കെമിക്കലായിരുന്നു ജിബർലിക് ആസിഡ്. ഫംഗസിൽ ഇൻഫെഷ്യസ് ആയ ഒരു നേച്ചർ ആണെങ്കിലും പ്ലാന്റിൽ അതിൻ്റെ റോൾ എന്താണ്? ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യലാണ്. സോ ക്യുറസാവ ഇങ്ങനെയായിരുന്നു ഡിസ്കവറി. അപ്പോൾ ഏതാണ്? ജിബർലിക് ആസിഡ്. ഓക്സിൻ അപ്പിക്കൽ ഡോമിനൻസ്. ഓവർകം അപ്പിക്കൽ ഡോമിനൻസ് ഏത്? സൈറ്റോകൈനിൻ. സൈറ്റോകൈനിൻ. നെക്സ്റ്റ്, which one of the plant growth regulators would you use if you are asked to do the following process? Induce parthenocarpy. കണ്ടോ എത്ര ക്വസ്റ്റ്യൻ ആണ് ഹോർമോണിൻ്റെ ഫങ്ഷൻസ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഫങ്ഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്യണം. അപ്പം നിങ്ങൾ തന്നെ ആൻസർ പറയാൻ ശ്രമിച്ചേ. ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി ഏത് പറയാം? ഓക്സിൻ. ക്വിക്ലി റൈപ്പൺ എ ഫ്രൂട്ട് എത്തിലിൻ അല്ലേ? എത്തിലിൻ. Induce immediate stomatal closure in leaves ABA. ഇതൊരു ആൻറ്റി ട്രാൻസ്പെറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഹോർമോൺ. ഇതാണ് സ്റ്റൊമാറ്റോ ക്ലോസ് ചെയ്യുന്നുണ്ട് അല്ലേ? ക്ലോഷർ സ്റ്റൊമാറ്റോ ഏതാണ്? ABA. ടു ഇൻക്രീസ് ദി ലെങ്ത് ഓഫ് ഗ്രേപ്പ് സ്റ്റോക്ക് ഏതാണ്? ജിബർലിക് ആസിഡ് അല്ലേ? ഇപ്പം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു ഇതേ ടൈപ്പിൽ. ഇത് ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓരോ വർഷം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നുണ്ടെന്നുള്ളൂ. In certain plants, a tolerance to various kinds of stress and such as severe drought can be overcome by the production of a hormone. Name this hormone. But drought resistant ആയ ഹോർമോൺ അതാണ് എന്ത്?
ABA. സ്ട്രെസ് റെസിസ്റ്റൻ്റ് ആണ്, സ്ട്രെസ് ഹോർമോണാണ്, ഡ്രോട്ട് റെസിസ്റ്റൻ്റ് ആയ ഒരു ഹോർമോണും കൂടെ എന്ത് എബ്സിസിക് ആസിഡ്. അറിയാം, ഡ്രോട്ട് സ്റ്റിക്കൺ ആയ ഒരു ഹോർമോണായിട്ട് പറയുന്ന അതിൻ്റെ ഇപ്പോൾ ഡ്രോട്ട് ഇങ്ങനെയുള്ള സ്ട്രെസ്സിനെ റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ഇൻഹിബിറ്ററി ആക്ഷനാണ്. AB ഒരു ഇൻഹിബിറ്ററി ഹോർമോണാണ്. ഒരു ഡ്രോട്ട് റെസിസ്റ്റൻ്റ് ആയ ഹോർമോണായിട്ട്, സ്ട്രെസ് റെസിസ്റ്റൻ്റ് ആയ ഹോർമോണായിട്ട് ഓർത്ത് വെക്കുക ഏതാണ്? ABA. Apical dominance and bolting are two physiological phenomena shown by plants due to activity of two growth regulators. Growth regulators concerned are ഏതൊക്കെയാണ്? Apical dominance, auxin, എന്നാൽ bolting, gibberellic acid. Apical dominance, ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. ഓക്സിൻ ഏതാണ്? Apical dominance, bolting, GA. Auxin and gibberellic acid. Then distinguish between two phenomena. What is apical dominance? Growing apical bud inhibit the growth of lateral bud. ഇതാണ് എന്ത്? apical dominance. What is bolting? എന്താ bolting എന്ന് പറഞ്ഞാൽ? Internodal elongation just prior to flowering in roseate plants. ഇതാണ് എന്ത്? bolting. അല്ലേ? Internodal elongation just prior to flowering in roseate plants. Write any for agriculture application of ethylene. Agriculture application ethylene. എന്തൊക്കെ പറയാം? Promote flowering in pineapple and synchronized fruit setting in pineapple. പറഞ്ഞൂടെ? Promote flowering in pineapple and synchronized fruit setting in pineapple. Then induce flowering in mango. Induce flowering in mango. ശരിയല്ലേ? ഇനി അതുപോലെ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ സീഡ്ലിങ്സിലെ ഫങ്ഷനുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് പറയുന്ന ഒന്നാണ് പ്രൊമോട്ട് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട് ആൻഡ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് അല്ലേ? പ്രൊമോട്ട് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട് ആൻഡ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. ദെൻ ബ്രേക്കിംഗ് ഓഫ് ഡോമിനൻസി ഓഫ് സീഡ് ആൻഡ് ബഡ്. ഇതെല്ലാം പറയാവുന്നതാണ്. ഇപ്പം 4 ചോദിച്ചപ്പോൾ ഞാൻ 4 പറഞ്ഞു കഴിഞ്ഞു. ബ്രേക്കിംഗ് ഓഫ് ഡോമിനൻസി ഓഫ് സീഡ് ആൻഡ് ബഡ്. ഇപ്പോൾ സീഡ് ഡോമിനൻസി ബ്രേക്ക് ചെയ്യുന്നതിന് എക്സാമ്പിളാണ് പ്രൊമോട്ട് ജെർമിനേഷൻ ഓഫ് ഗ്രൗണ്ട്നട്ട് സീഡ്. ബഡ് ഡോമിനൻസി ബ്രേക്ക് ചെയ്യുന്നതിന് എക്സാമ്പിളായിട്ട് പറയാം സ്പ്രൗട്ടിങ് ഓഫ് പൊട്ടാറ്റോയെ പ്രൊമോട്ട് ചെയ്യുന്നു. പ്രൊമോട്ട് സ്പ്രൗട്ടിങ് ഓഫ് പൊട്ടാറ്റോ. സോ ഐ റിപ്പീറ്റ് അഗെയിൻ. നമുക്കൊരു ഓർഡറിൽ പറയാം. ഏറ്റവും ആദ്യം പ്രൊമോട്ട് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട് ആൻഡ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. 2 ബ്രേക്കിംഗ് ഓഫ് ഡോമിനൻസി ഓഫ് സീഡ് ആൻഡ് ബഡ്, ഗ്രൗണ്ട്നട്ട് സീഡ് ജെർമിനേഷൻ, പൊട്ടാറ്റോ സ്പ്രൗട്ടിങ്. 3 പ്രൊമോട്ട് ഫ്ലവറിങ് ഇൻ പൈനാപ്പിൾ ആൻഡ് സിങ്ക്രോണൈസ്ഡ് ഫ്രൂട്ട് സെറ്റിംഗ് ഇൻ പൈനാപ്പിൾ. അതായത് പൈനാപ്പിൾ ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും, ഫ്രൂട്ട് റൈപ്പനിങ് ഫ്രൂട്ട് സെറ്റിംഗ് ഒരുമിച്ച് നടക്കും. 4 കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞത് ഇതാണ്, ഇൻഡ്യൂസ് ഫ്ലവറിങ് ഇൻ മാംഗോ. ഓക്കെ, give the scientific term of the following. Internodal elongation just prior to flowering ഏതാണ്? bolting. പറഞ്ഞു അല്ലേ? യെസ്. ethylene is a gaseous hormone. Describe its 4 different actions in plants. ഓൾറെഡി പറഞ്ഞു, ഒരുപാട് ഫങ്ഷൻ ഉണ്ട്. ഇപ്പോൾ ടെസ്റ്റിൽ ആദ്യം പറയുന്നത് സീഡ്ലിങ്ങിലായിരുന്നു. സീഡ്ലിങ്ങിൽ എങ്ങനെ? ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഇൻ യങ് സീഡ്ലിംഗ്, സ്വെല്ലിംഗ് ഓഫ് ആക്സിസ് ആൻഡ് അപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ ഇൻ ഡൈക്കോട്ട് സീഡ്ലിംഗ്. ദെൻ അതിനുശേഷം പറയുന്നുണ്ട് ഏതാണ്? ലീഫിലും ഫ്ലവറിലും എന്താണ്? പ്രൊമോട്ടാണോ? പ്രൊമോട്ട് എന്താണ്? ഗ്രോത്ത് പ്രൊമോട്ടിങ് അല്ല, ഗ്രോത്തിന് ഇൻഹിബിറ്റാണ്. സെനസൻസിൻ്റെ ആക്സിഷനെ പ്രൊമോട്ട് ചെയ്യും. പ്രൊമോട്ട് ദി സെനസൻസ് ആൻഡ് ആക്സിഷൻ ഓൺ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. ദെൻ പ്രൊമോട്ട് ദി റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്. ദെൻ ബ്രേക്കിംഗ് ഓഫ് ഡോമിനൻസി ഓഫ് സീഡ് ആൻഡ് ബഡ്. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻ പറയാം. ഒരു 4 ഫങ്ഷനാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഓർത്തേക്കണോ, എത്തിലിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഹോർമോണാണ്. ഒരു ലിക്വിഫൈഡ് ഫോം ഓഫ് എത്തിലിൻ ആയിരുന്നു ഏത്? അത് പറ. എത്തിഫോൺ. ലിക്വിഫൈഡ് ഫോം ഓഫ് എത്തിലിൻ ആണ് എത്തിഫോൺ. ഇതെന്താ ചെയ്യുക? ആ ഒരു സൊല്യൂഷനായിട്ട്, അക്വസ് സൊല്യൂഷനായിട്ട് എന്ത് ചെയ്യാം? റൂട്ടിൽ സപ്ലൈ ചെയ്യാം. റൂട്ട് വിൽ അബ്സോർബ് ദി
readily absorb and transport the ethyphone and evolve ethylene gas slowly through various parts. ഫങ്ഷൻസ് 3 ഫങ്ഷൻ ഉണ്ടായിരുന്നു, ഓർത്തേക്കണം കേട്ടോ. എത്തിഫോണിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ടെസ്റ്റിൽ പറയുന്നുണ്ട്. ടൊമാറ്റോ, ആപ്പിൾ ഇതിൻ്റെ റൈപ്പനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. അബ്സിഷൻ ഓഫ് ഫ്ലവർ ആൻഡ് ഫ്രൂട്ടിനെ പ്രൊമോട്ട് ചെയ്യും. അതോടൊപ്പം ഫീമെയിൽ ഫ്ലവേഴ്സ് കുക്കുംബറിൽ അതിൻ്റെ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് എത്തിഫോൺ. അപ്പോൾ അതിനെല്ലാം ഉപയോഗിച്ച് വരുന്ന ഒരു ഹോർമോണാണ് എത്തിലിൻ, അതായത് അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഫോമായ എത്തിഫോൺ. നെക്സ്റ്റ്, plant growth regulators can be employed for various agriculture and horticultural practices. Identify the growth regulators that can be used for the following purpose: to have weed-free lawns, 2,4-D, അതായത് ഓക്സിൻ ആണ് കേട്ടോ, ഓക്സിൻ, weed-free lawn. To increase sugarcane length, ഏതാണ് ജിബർലിക് ആസിഡ്. ഫ്രൂട്ട് സെറ്റ് ഇൻ പൈനാപ്പിൾ, എത്തിലിൻ. ഇപ്പോൾ പറഞ്ഞു അല്ലേ, എത്തിലിൻ. റൂട്ടിങ് ഇൻ സ്റ്റെം കട്ടിങ്, ഏതാണ് ഓക്സിൻ. ഇൻഹിബിറ്റിംഗ് സീഡ് ജെർമിനേഷൻ, ഏതാണ് ABA. ടു പ്രൊമോട്ട് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ കുക്കുംബർ, ഏതാണ് എത്തിലിൻ, അതായത് എത്തിഫോണാണ്. നമുക്കിവിടെ എത്തിലിൻ എഴുതാം അല്ലേ. മനസ്സിലായല്ലോ. ഇപ്പോൾ ഹോർമോണിൻ്റെ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും പഠിച്ചേക്കണേ. നെക്സ്റ്റ്, സം പ്ലാന്റ്സ് റിക്വയർ എ പീരിയോഡിക് എക്സ്പോഷർ ടു ലൈറ്റ് ടു ഇൻഡ്യൂസ് ഫ്ലവറിങ്. നെയിം ദി ഫിനോമിനൻ. ഏതാണ് ഫിനോമിനൻ? എന്താണ്? ഫോട്ടോപീരിയോഡിസം. So what is photoperiodism? എന്താണ് photoperiodism? It is the response of plant to duration of light or darkness through flowering. അല്ലേ? ഇതാണ് response of plant to duration of light or darkness through flowering. ഇതാണ് എന്ത്? photoperiodism. അപ്പോൾ നിങ്ങൾക്കറിയാം പ്ലാന്റ്സ് 3ആയി കാറ്റഗറൈസ് ചെയ്യാം. ഷോർട്ട് ഡേ പ്ലാന്റ്സ് ഉണ്ട്, ലോങ് ഡേ പ്ലാന്റ്സ് ഉണ്ട്, ഡേ ന്യൂട്രൽ പ്ലാന്റ് ഉണ്ട്. If the plant require a photoperiod less than critical duration for their flowering, അവരെന്താ? ഷോർട്ട് ഡേ പ്ലാന്റ്സ്. അവരെന്താണ്? ഷോർട്ട് ഡേ പ്ലാന്റ്സ്. If a plant require a photoperiod more than critical duration, അവരാണ് എന്ത്? ലോങ് ഡേ പ്ലാന്റ്സ് അല്ലേ. എന്നാ if the plants are is not sensitive to day length for their flowering, ഡേയോ അല്ലെങ്കിൽ ഡാർക്ക്നെസ് സെൻസിറ്റീവ് അല്ലെങ്കിൽ അവരാണ് DNP, ഡേ ന്യൂട്രൽ പ്ലാന്റ്. സോ ദേ ആർ ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് അല്ലേ. GNP, ദേ ആർ ഇൻസെൻസിറ്റീവ് ടു ഫോട്ടോ പീരീഡ് ഫോർ ദ ഫ്ലവറിങ്. അപ്പോൾ അവരൊരിക്കലും ഫോട്ടോ പീരിയോഡിസിൽ വരുന്നതല്ല. ഷോർട്ട് ഡേ പ്ലാന്റ്സും ലോങ് ഡേ പ്ലാന്റ്സുമാണ് ഇത് ഫോട്ടോ പീരിയോഡിക് പ്ലാന്റ്. ക്ലിയർ? ഇപ്പോൾ മനസ്സിലായല്ലോ. ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഇവർക്ക് വേണ്ടത് ഒരു ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ. ഇപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ എങ്കിൽ ഇതിനേക്കാൾ കുറവ് ഡേ ലെങ്ത് ഉണ്ടെങ്കിലായിരിക്കും അവർ ഫ്ലവർ ചെയ്യുക. അവരുടെ ഫ്ലവറിങ് എപ്പോഴാണ്? ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ. എന്നാൽ SDP-യിൽ മോർ ദാൻ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ ആണ് ഡേ ലെങ്ത് എങ്കിൽ അവർ നോൺ ഫ്ലവറിങ് ആണ്, വെജിറ്റേറ്റീവ്. ഇവരെങ്ങനെയാണ്? ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ ആണെങ്കിൽ അവർ വെജിറ്റേറ്റീവ് ആണ്. എന്നാൽ മോർ ദാൻ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ ആണെങ്കിൽ അവരെന്താണ്? ഫ്ലവറിങ് ആണ്. ഇവരാണ് ലോങ് ടൈം പ്ലാന്റ്സ്. എന്നാൽ ഇവർ ഇതിന് ഇൻസെൻസിറ്റീവാണ്. ക്രിട്ടിക്കൽ ഡ്യൂറേഷന് എന്തല്ല? സെൻസിറ്റീവ് അല്ല, DNP. ദേ ഓൾവേസ് ഷോസ് ഫ്ലവറിങ്. മനസ്സിലായല്ലോ? യെസ്. ഹൗ ക്യാൻ വി ക്ലാസിഫൈ പ്ലാന്റ് ഓൺ ദി ബേസിസ് ഓഫ് ദിസ് ഫിനോമിനൻ? ഏതൊക്കെയാണ്? ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ലോങ് ഡേ പ്ലാന്റ്സ്, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് അല്ലേ. മനസ്സിലായല്ലോ? ഇനി അടുത്ത എന്താണ്? Plant growth regulators perform various functions in body. Name the hormone responsible for apical dominance. പറയേ. Auxin and bolting. എന്താ ബോൾട്ടിങ്? ഏതായിരുന്നു? GA. രണ്ടും എന്താണെന്ന് അറിയാലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. യെസ്. Which plant hormone is referred to as antagonistic to GA
ജിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ABA. ജിബർലിക് ആസിഡിൻ്റെ ഫംഗ്ഷനാണ് സീഡ് ജെമിനേഷനെ പ്രൊമോട്ട് ചെയ്യുക. സീഡ് ജെമിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ജിബർലിക് ആസിഡ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷനാണ് ഇൻഹിബിറ്റ് സീഡ് ജെമിനേഷൻ. ആരാണ്? അബ്സിസിക് ആസിഡാണ്. സോ ദേ ആർ അണ്ടർഗോണിസ്റ്റിക്കിങ് ഇൻ ആക്ഷൻ. അവരുടെ ആക്ഷനിൽ അവർ ഓപ്പോസിറ്റ് ആക്ഷനാണ് അല്ലേ? ദെൻ may plants show plasticity during their lifespan? What is plasticity? എന്താണ് പ്ലാസ്റ്റിസിറ്റി? ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സ് ഫോളോസ് ഡിഫറെൻറ്റ് പാത്ത് വേ ഇൻ റെസ്പോൺസ് ടു ഫേസ് ഓഫ് ലൈഫ് ഓർ എൻവിയോൺമെൻറ്റ് ടു ഫോം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്ട്രെസ്. റിപ്പീറ്റ് അഗെയിൻ. പ്ലാന്റ്സ് ഫോളോസ് ഡിഫറെൻറ്റ് പാത്ത് വേ ഇൻ റെസ്പോൺസ് ടു എൻവിയോൺമെൻറ്റ് ഓർ ഫേസ് ഓഫ് ലൈഫ് ടു ഫോം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്ട്രെസ്. ഇതാണ് പ്ലാസ്റ്റിസിറ്റി. എന്താ ഉദ്ദേശിക്കുന്നത്? ഫേസ് ഓഫ് ലൈഫിൻ്റെ വാരിയേഷനെയോ എൻവിയോൺമെൻറ്റിലെ വാരിയേഷനെയോ പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യും. അത് പലതരം സ്ട്രെസ്സർ ഉണ്ടാക്കിക്കൊണ്ട്. ഇപ്പോൾ ലീഫിലെ ഷേപ്പിലെ വാരിയേഷനാണ് പ്രധാനമായിട്ടും. സോ അതിന് പറയും ഹെറ്ററോഫില്ലി. ലീഫിലെ ഷേപ്പിലെ വാരിയേഷൻ 2 ടൈപ്പാണ്. ഒന്ന് എൻവിയോൺമെൻറ്റൽ ഹെറ്ററോഫില്ലി, 2 ഡെവലപ്മെൻറ്റൽ ഹെറ്ററോഫില്ലി. അപ്പോൾ ഫേസ് ഓഫ് ലൈഫ് ആകുമ്പോൾ എന്താ പറയുക? ഡെവലപ്മെൻറ്റൽ ഹെറ്ററോഫില്ലി. ഇപ്പോൾ ഡെവലപ്മെൻറ്റൽ ഹെറ്ററോഫില്ലിക്ക് എക്സാമ്പിൾ developmental heterophyly. Example: cotton, coriander, larkspur. എന്ന എൻവിയോൺമെൻറ്റൽ ഹെറ്ററോഫിലിക്ക് എക്സാമ്പിൾ ബട്ടർകപ്പ്. ഏതാണ്? ബട്ടർകപ്പ്. ഇപ്പോൾ 2 തരം സ്ട്രെസ്സേഴ്സ് ഉണ്ടാക്കുക. യങ് ആകുമ്പോൾ ഒരു സ്ട്രെസ്സർ, മെച്ചൂർ ആകുമ്പോൾ വേറെ സ്ട്രെസ്സർ. ഇപ്പോൾ ലീഫിൽ തന്നെ യങ് സ്റ്റേജിൽ ഈ കോട്ടണിൽ ഒരു ഷേപ്പ് ആണെങ്കിൽ മെച്ചൂർ ആകുമ്പോൾ വേറെ ഷേപ്പ്. എന്നാൽ എൻവിയോൺമെൻറ്റൽ ഹെറ്ററോഫില്ലി ബട്ടർകപ്പിൽ ലീഫ് വെള്ളത്തിലുണ്ടാകുമ്പോൾ ഒരു ഷേപ്പ്, എന്നാൽ ഏരിയലായിട്ടുണ്ടാകുമ്പോൾ വേറെ ഷേപ്പ്. ഇതാണ് എന്ത്? പ്ലാസ്റ്റിസിറ്റി. എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞത്. Draw the given flowchart in your answer sheet. Fill the blank columns. ഇവിടെ ഓക്സിൻസ്, സിന്തറ്റിക് ഓക്സിൻ എന്ത് പറയാം? ഏതൊക്കെയാ സിന്തറ്റിക് ഓക്സിൻ? പറ. NAA 2,4-D. നാച്ചുറൽ ആയിട്ടോ IAA, IBA. വെരി സിമ്പിൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അല്ലേ? വളരെ ഈസി ആയ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. സോ ഈ ഒരു ടോപ്പിക്ക് ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ കൂടുതലും ഫങ്ഷൻസ് ഓഫ് ഹോർമോൺസ് ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ ചാപ്റ്ററിലോ ഗ്ലൈക്കോളിസിസ്, ക്രെബ് സൈക്കിൾ ഇതായിരുന്നു. അപ്പോൾ ഇത് നന്നായി കോൺഫിഡൻ്റ് ആവാൻ നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി ഇപ്പോൾ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് കൃത്യമായി പ്രിപ്പയർ ചെയ്യുക. നല്ല മാർക്ക് ഷുവറാണ്. സോ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു.